ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള കോളിഫ്ലവർ ചില്ലിയാണെന്ന് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഗോബി 65 കോളിഫ്ലവർ ചില്ലിയാണിത്. അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 100 ഗ്രാം കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. ആദ്യം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം 10 മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ അത് ഇങ്ങനെ കിടന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ തീരെ വെള്ളം പാടില്ല, അതുകൊണ്ട് നല്ലപോലെ വെള്ളം ഊറ്റിയെടുത്തിട്ട് വേണം പ്ലേറ്റിലേക്ക് മാറ്റാൻ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കണം. ഉപ്പ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊരു ബാറ്റർ പരുവത്തിലാക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഇതിൽ വെച്ച് ചതച്ചതുകൊണ്ട് ഞാൻ അതേ പാത്രത്തിലാണ് വെള്ളം എടുത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് ലൂസാവാനും പറ്റില്ല, പക്ഷെ ഒരുപാട് തിക്കാവാനും പറ്റില്ല. അതുപോലെ ആയിരിക്കണം മാവ്. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഇത് നല്ല കളറ് കിട്ടും. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. ഞാനിത് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇതല്ലെങ്കിൽ ഇങ്ങനെ ലൂസായി പോകും മാവ്. അപ്പോൾ കുറച്ചിത് വെള്ളം പോലെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്ക് ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനെല്ലാം ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള കോളിഫ്ലവറും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അവസാനം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചില്ലി ഗോബി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.